ഇത് അദൃശ്യമാക്കുന്ന പഴഞ്ചൊല്ലുകൾ പഴഞ്ചൊല്ലുണ്ട്. ഈ പഴഞ്ചൊല്ലുകളുടെ പുസ്തകത്തിൽ ഇങ്ങനെ യാതൊരു ചെയ്യാം. അദ്ദേഹത്തിന്റെ എവിടെയൊക്കെ മഹാഗുരുവായ ബാബാജിന്റെ ഓർമ്മ അവർക്കുള്ള ധനം ട്രഷർ എന്ന് പറയുന്നത് ഇതാണ് യഹോവ. എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള അമ്പായത്തിൻ്റെ പത്രത്തായി ചെയ്തിരിക്കുക ഒരാൾ പത്രം വായിച്ചു കൊടുക്കുന്നു. തിരുവല്ലായിലെ നിരീശ്വരന്മാരുടെ യോഗം നിരീശ്വരൻ അതെന്താ വായിക്കാതെ പറഞ്ഞു ദൈവമില്ലാതെ പറയാനുള്ള സംഘടനയാണ്. അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചതായി ഞാൻ വായിച്ചിട്ട് നെഞ്ചത്തെ അടി കഴിച്ചിട്ട് പറഞ്ഞു, ദൈവമില്ലെന്ന് പറയുന്നവരുണ്ടോ? അയ്യോ അങ്ങനെയുണ്ടോ? നമ്മുടെ തലമുറയിൽ ഒരാൾ പോലും ചെയ്യില്ലേ? നമ്മൾ അതിനേക്കാൾ സെൻസിറ്റീവാണ് അവകാശപ്പെടുന്നത്. ഈ പറഞ്ഞ പ്രത്യേകതരം സെൻസിറ്റിവിറ്റി നമുക്കില്ല, അവർക്കുണ്ട്. ദൈവമില്ല എന്ന് പറയുന്നതുണ്ടല്ലോ, അയ്യോ അങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളത് രണ്ടടി വലിയ തെളിവില്ല. അത് ഏതുതരം സെൻസിറ്റിവിറ്റി? നമ്മളൊക്കെ മനസാക്ഷി മരവിച്ച തലമുറയാണെന്ന് ഞാൻ പറയും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടെ നമ്മുടെയൊക്കെ മൂട്ടമാരുകൾ വേറെയാണ്, ഇതൊന്നുമല്ല. എന്നാൽ ഈ മഹാപുരുഷന്മാർ ഒരേ സമയം രണ്ട് ലോകത്ത് ജീവിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കും, അഭൗമമായ ജീവിക്കും. അതിനകത്താരുടെ കഥയിൽ നമ്മൾ കാണുന്ന വൃക്ഷം മുകളിൽ ശിഖരങ്ങൾ താഴെ. ഇപ്പൊ മുകളിൽ നിന്ന് അതിന് വേണ്ട അക്ഷരമെല്ലാം ആവാഹിച്ചിരുത്തി ഭൂമിയിൽ വളരുകയും ഒരേ സമയം രണ്ട് സ്ഥലത്ത് രണ്ട് ലോകത്ത്. ഈ ഭൂമിയിൽ നമ്മളിവിടെ താമസിക്കുന്ന പക്ഷേ അവരുടെ മനസ്സിൽ തരവുമില്ല. മനസാക്ഷി വേറൊരു തരത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരാണ് വിശുദ്ധർ. ഇത് കണ്ടറിയാൻ ബഹുമാനായ യോഹന്നാൻ പാട്ടിന് ഭാഗ്യം ലഭിച്ചു ആളുകൾ വിശ്വസിക്കും. കാരണം ഒരു വിടാതെ ഉണ്ടായിരുന്ന ധനം കരുതൽ ധനം ഞാൻ പറഞ്ഞത് ഈ വൈഭവത്തിന് പഴയ മലയാളത്തിൽ യഹോവ ഭക്തി മാത്രമാണ്. പ്രവാചകന്റെ പുസ്തകം പഴഞ്ചൊല്ലുകളുടെ പുസ്തകത്തിലില്ല. ഗ്രന്ഥത്തിലെ പേരല്ല. സംഗീതത്തിന് കഴിഞ്ഞ ഏത് പുസ്തകമാണ്? അദൃശ്യവാക്ക്. അതിനകത്ത് ഈ വാക്ക് ഇങ്ങനെ ആവർത്തിക്കും. 10-ാമത്തെ അധ്യായത്തിലുണ്ട്, 11-ാം അധ്യായത്തിലുണ്ട്, 12-ാം അധ്യായത്തിലൊക്കെ യഹോവ ഭക്തി ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കുന്നു? ഒരെണ്ണം നിങ്ങൾ പറഞ്ഞു യഹോവ ഭക്തി ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? ജ്ഞാനമാകും. പിന്നെയും ഉണ്ടെന്ന് ഞാൻ പറയാം. അധ്യായം മാത്രമേ വിഷമിപ്പിക്കുന്നു. എനിക്കതിനെ വളരെ യഹോവ ഭക്തി ജീവന്റെ സ്രോതസ്സാണ്. ഡിവോഷൻ ടു ഗോഡ് ജീവന്റെ സ്രോതസ്സാണ്. യഹോവ ഭക്തി ജ്ഞാനം വിജ്ഞാനം കൊടുക്കുന്നതാകുന്നു. യഹോവ ഭക്തി ജീവന്റെയും ആരംഭമാകുന്നു. മൂന്നാമത് യഹോവ ഭക്തി ദീർഘായുസ് കൊടുക്കുന്നതാകുന്നു. അതിനെ രണ്ടും പറയണം. യഹോവ ഭക്തി വിജ്ഞാനം, യഹോവ ഭക്തി ജീവൻ കൊടുക്കുന്നു, യഹോവ ഭക്തി പറഞ്ഞേ ദീർഘായുസ് കൊടുക്കുന്നു. ഒന്നും പറയാമോ? യഹോവ ഭക്തി ധൈര്യം. ഈ നാലുവാക്കിനല്ലേ പറഞ്ഞത്? സദൃശ്യവാക്യത്തിൽ പറയാം. കുറെ അധ്യായത്തിൽ ഈ വാക്ക് തന്നെ ആവർത്തിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം യോഹന്നാൻ വായിച്ചത് ഞാൻ ഇവിടെ വന്ന് പലപ്പോൾ സംസാരിക്കുകയും അദ്ദേഹം വളരെ സമയം തന്നെ വലിയ പ്രഷറായിട്ട് സൂക്ഷിക്കും. അതിൽ തന്നെ അത് ഞാൻ ഇങ്ങനെ വലിയ പ്രഷറായിട്ട് സൂക്ഷിക്കും. നിന്റെ വഴി, നിന്റെ പ്രവർത്തനങ്ങൾ യഹോവയ്ക്ക് സമർപ്പിക്കുക. ഈ അധ്യായം
പ്രവർത്തനങ്ങൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ ഇതിന്റെ ഉദ്യോഗങ്ങൾ സമർപ്പിക്കുക. വളരെ ലളിതമാണ്. ഇതിനുദാഹരണം വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് മനുഷ്യരെ കൂടെ അന്വേഷിച്ചാൽ നിന്റെ പ്രവർത്തനങ്ങൾ സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്യോഗങ്ങൾ സാധിക്കും. ഈ രണ്ട് മനുഷ്യരും വളരെ പാവമാണ്, സിമ്പിൾ. പക്ഷെ അവരെ നമ്മൾ ആദരിക്കുന്നത് വലിയ വലിയ ആളുകളെക്കാൾ കൂടുതൽ ആദരിക്കുന്നുണ്ട്. എന്താ കാരണം? അവരുടെ പ്രവർത്തനങ്ങൾ അവർ സമർപ്പിച്ചു, അവരുടെ ഉദ്യോഗങ്ങൾ സാധിച്ചു. അവർക്കുണ്ടായ ബാങ്ക് ബാലൻസ് എന്താണെന്നറിയാമോ? യഹോവഭക്തി. അതുകൊണ്ട് അവർക്ക് ജീവനുണ്ടായിരുന്നു. കേട്ടോ, നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരാണ്. സെയിന്റ് ജോൺ 10:10 എന്താണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 10:10 സ്ത്രീകളൊക്കെ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് പേടിയില്ല. അവരുടെ ആദ്യം അച്ഛന്മാർ പറയുന്നുണ്ട് ആർക്കും അതിനെ അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയാണ്. അപ്പൊ എന്നാ ജീവന്റെ മരണമില്ലാത്ത ജീവൻ? ശവസംസ്കാര ശുശ്രൂഷയിലെ മരണമില്ലായ്മയുടെ തേജസ് എന്ന് മരണമില്ലായ്മയുടെ തേജസ് എന്ന് യേശു ക്രിസ്തുവിനെ വിളിച്ചു. ജീവൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ജീവനുള്ളത് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ദൈവത്തിൽ നിന്ന് സമൃദ്ധമായ ജീവൻ പ്രാപിച്ചവർ ചോദിച്ചാൽ സാധാരണ ലൈനല്ല, ഡൈവിൻ അബൻഡൻസ്. അത് താമ്പാരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവായ കലാശേരി യഹോവഭക്തിയുള്ള ജീവൻ, ജീവന്റെ ഉറവയും സ്രോതസ്സമാണ്. പിന്നെ ഞാൻ പറഞ്ഞ യഹോവഭക്തിയെ പറഞ്ഞു, ജീവൻ പറഞ്ഞു, ദീർഘായുസ് പറഞ്ഞു, ധൈര്യം പറഞ്ഞു, വിജ്ഞാനവും. ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന ധൈര്യമില്ല. ഞാൻ ചെറിയ കാര്യം യോഹന്നാനിൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് കപ്പലെ കയറി അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പോകാൻ ദൈവം പറഞ്ഞു. ഇവിടെ 3 മണിക്ക് എങ്ങോട്ട് പോകാൻ ദൈവം പറഞ്ഞു. എങ്ങോട്ടാ പോയത്? അങ്ങനെ പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു? സമുദ്രത്തിലെല്ലാം കൂടെ ഇളകി കാറ്റിൽ കൂടും. ഇന്നത്തെ വെള്ളം വീണാൽ ഇന്നത്തെ കപ്പലിൽ പോയത്. അപ്പോൾ അവരുടെ പേടിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? അവരുടെ എല്ലാവരുടെയും പേരെഴുതി ഒരു ടിന്നിലുണ്ട്. ഇത് ബാക്കിയൊക്കെ ഒരു കാലൊക്കെ ലോകത്തിൽ എടുക്കുന്ന പോലെ അത് വേണ്ടത്. അത് ഈ കുട്ടികാരുടെ പേരില്ല. അയാൾ യാത്രക്കാരൻ, അയാളുടെ പേര് ഈ കുട്ടികളുടെ പേരാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എടുക്കണം നീ ആ കുട്ടില്ല അവന്റെ പേരാണ്. നമ്മളൊക്കെ നമ്മളാണ് എന്താ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് താഴെ ടിക്കറ്റ് ശരിക്കും കാശ് കൊടുത്ത് ടിക്കറ്റ് നമ്മുടെ പേര് ഈ കുടുംബമായി കാലം സംഭവിക്കുകയില്ല. നമ്മൾ പറയും ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറിയതാണ്, എന്നെ ഇറക്കിവിടാൻ നിങ്ങൾക്ക് അവകാശം. കണ്ട കടലിൽ കാലെടുത്തിട്ട് ഞാൻ ഈ വീട്ടിൽ യാതൊരു സയൻസും തന്നെ ക്യാഷ് ക്യാഷ് അതിനകത്ത് സയൻസ് ഇല്ല. ന്യായമില്ലാത്ത നമ്മളെ ഓർച്ചില്ല. പക്ഷെ അയാളുടെ പറഞ്ഞു എന്തുവാ പറഞ്ഞത്?
നിങ്ങൾ രക്ഷപ്പെട്ടു ആണോ? അങ്ങനെ എന്നെ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ വളർത്തിട്ടാൽ ഞാൻ രക്ഷപ്പെടുള്ളൂ. ഞാൻ ചോദിച്ചത് യോഹന്നാൻ ധൈര്യമുള്ള ആളാണ്. ചിന്തിച്ചേച്ചേ പറയാം. യോഹന്നാൻ പേടിക്കൊണ്ടിരുന്നായിരുന്നോ അത് യോഹന്നാൻ ധൈര്യം കേട്ടോ? യോഹന്നാൻ പേടിക്കൊണ്ടിരുന്നായിരുന്നു. നമ്മുടെ വിദ്യാർത്ഥി ലോകം വിജയിച്ചിരിക്കുന്നു. യോഹന്നാനിക്ക് ധൈര്യമുണ്ട്. ധാർമ്മിക ധൈര്യമുള്ള ആളായിരുന്നു യോഹന്നാൻ. യഹോവ വാക്യമുണ്ടെങ്കിൽ സത്യം പറയാൻ ധൈര്യമാണ്. കള്ളം പറയാതിരിക്കാൻ ധൈര്യമില്ല. കള്ളം ചെയ്യാതിരിക്കാൻ ധൈര്യമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ വടക്കോട്ട് പോയി ഗുവാഹത്തി ഷില്ലോങ്ങിലൊക്കെ പോയി. അവിടെ മീറ്റിംഗ് വന്ന ഒരാൾ വിശ്വനാഥിനാണ്. അപ്പോൾ അയാൾ പല ഫോട്ടോ അവരുടെ നാട്ടിൽ ഞാൻ വലിയ മലകളൊക്കെ വളരെ ഈ പച്ചക്കറി വിളിച്ചു. നമ്മുടെ കോണക്കാലത്ത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയുള്ള തമിഴ്നാട്ടിലെ വിശ്വനാഥിൽ ഇങ്ങനെ വെജിറ്റബിൾസ് വളരെ ആരും ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇങ്ങനെ കൃഷി ചെയ്തവരെ അവിടെ ഒരു പാത്രം വെച്ചു കാശില്ല. ഇപ്പോൾ ഓരോന്നിൻ്റെ വില എഴുതിയാൽ ചോദിച്ചു ആരുമില്ല. ആവശ്യമുള്ളത് വന്ന് അതിൻ്റെ വില നോക്കിയിട്ട് ആ കാശ പാത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ചിത്രം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മക്കാടിയോ പത്രമെടുത്തോ പരത്തിയെന്നൊക്കെയാണെങ്കിൽ അവിടെ വെജിറ്റബിൾക്കാരുടെ പാത്രക്കാരുടെ അത് വെച്ചിരിക്കുന്ന വളരെ കൊടുത്തു. അപ്പോൾ സത്യം വരണമെങ്കിൽ എന്നാ വേണം? കള്ളം ചെയ്യാതിരിക്കണമെങ്കിൽ എന്തോ വേണം? യഹോവ ഭക്തി ഉണ്ടെങ്കിൽ ധൈര്യമുണ്ടാകും. സാമ്പാഴത്തിനെങ്കിൽ ധൈര്യം ഉണ്ടായിരുന്നു. ധൈര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോകപരമായിട്ടുള്ള ഒരു കാരണം വലിയ ഭൂമി ധാടിയൊന്നും അല്ല. ധനം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ പ്രകാശത്തിൽ ചുവട്ടിൽ നിന്ന് 60 കൊല്ലം മുന്നോട്ട് 14 വർഷം മുന്നിൽ താമസിച്ചിട്ടുണ്ട്. ആകെ 60 വർഷത്തെ കൂടെ. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ആവാഹിച്ചെടുത്തു, സ്വാംശീകരിച്ചു. അതിൻ്റെ വളർച്ചയാണ് വലിയ കാരണം. ഒരേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ആവുന്നില്ല. നമ്മളാരും സ്വപ്നം കാണാത്ത പല കാര്യങ്ങളും സ്വപ്നം. അദ്ദേഹം എഞ്ചിനീയറല്ല, ആർക്കിടെക്റ്റല്ല, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളുണ്ട്. ആ കാര്യത്തിൻ്റെ ആ വിളക്ക് കെട്ടുപോകാൻ ഇങ്ങനെ കൊണ്ടിറക്കാം. അദ്ദേഹത്തിന് കിട്ടിയ പരിജ്ഞാനത്തിന്റെ പിന്നിൽ ആദരാശേഷിയുടെ മുമ്പിൽ സർവോപരി വ്യക്തിബന്ധങ്ങളുണ്ട്. അതാണ് വളരെ ഗണനീയമായ കാര്യമാണ്. ഈ റബ്ബാച്ചന് ഒരുപാട് പേരുമായിട്ട് നല്ല ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്ന അതിന് പ്രത്യേക സിദ്ധിയാണ്. അത് നിലനിർത്തുവാനുണ്ട്. ഒരുപാട് പേരോടുള്ള വ്യക്തിബന്ധങ്ങളും പിന്നീട് ഒടുവിൽ അദ്ദേഹം ഈ കേരളത്തിലെ ഒരു പ്രത്യേക സംഘടനയുടെ തലപ്പത്തുണ്ട്. ഓർമ്മയിലെ എല്ലാമായി അദ്ദേഹമാണ്. അന്ന് യോഹന്നാനുമായിട്ട് കേരളത്തിലെ ഓർമ്മയിലെ സംഘടനയാണ് മനസ്സിലാക്കി. ഇതൊന്നും 14 വയസ്സിലൊന്നും തുടങ്ങിയതല്ല. ഇത് വളരെയായിട്ട് ആ വലിയ വൃക്ഷത്തിന്റെ വലിയ വെളിച്ചത്തിന് ചുവട്ട് നിന്നുകൊണ്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെ കണ്ടോ കേട്ടോ പഠിച്ചോ അതായിരുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്. നല്ലൊരു ഗുരുവിനെ കിട്ടുന്നത് മഹാഭാഗ്യമാണ്. അസൈനികത്തോടെ പോയി നിങ്ങൾ 1-ാം സ്ഥാനത്തോടെ പഠിച്ചിട്ട് നിങ്ങൾ ഭാഗ്യമുള്ളൂ. യൂണിവേഴ്സിറ്റി പാമ്പാടി. അപ്പോൾ അദ്ദേഹം മഹാഭാഗ്യമാണ്. കാരണം ഇത്രയും വലിയൊരു ഗുരു കോളേജിൽ പഠിക്കാതെ ഏറ്റവും വലിയ വിജ്ഞാനം യഹോവഭക്തിയുണ്ടെങ്കിൽ വിജ്ഞാനം കിട്ടുമെന്നും കൂടെ പറഞ്ഞു. അങ്ങനെ വിജ്ഞാനം കിട്ടിയ ആളുകൾ കല്ലാശ്ശേരി
മൊയ്തീൻ ബാബ യൂണിവേഴ്സിറ്റി പഠിക്കാനാണ്. സാമരാജ്യത്തിൻ്റെ യൂണിവേഴ്സിറ്റി പഠിക്കുക നമുക്കറിയാവുന്നതിൻ്റെ 1000 ഇരട്ടി ദർശനവും 1000 ഇരട്ടി ജ്ഞാനവും കാര്യങ്ങൾ അവർക്ക് അറിയാനും പറയാനുള്ള കഴിവും അവർക്കുണ്ടായിരുന്നു. ഇന്ന് ഒരു വലിയ ആദ്യം 1 നാളുകൾ കാണാം. ഭാവിയായി നമുക്ക് അന്വേഷിക്കുന്ന ഇതൊരു പ്രത്യേക ശൈലിയാണ്. നമുക്ക് പ്രസംഗിക്കാൻ കഴിയും. വലിയ കെട്ടിടങ്ങൾ കെട്ടാനോ പലപ്പോഴും കൈകളിൽ വായനെ ഇടിക്കാൻ സാധിക്കും. പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങൾ ഇല്ലെങ്കിൽ പാട്ടൊഴിക്കും നെഞ്ചിലിടിച്ചുകൊണ്ട് രാത്രിയിൽ പകുതി ഭാവിയായതിനോട് നല്ല ചെയ്യണമെന്ന് ഇടപെടില്ലാതെ കണ്ണുനീരെഴുതുന്ന ശൈലി അതിൻ്റെ അനന്തരാവകാശിയാണ് ഇവിടെ സമാധിയായിരിക്കുന്ന പുണ്യമാനായ പാടുന്നത്. അദ്ദേഹത്തിന് ദുരിതങ്ങൾ പലരുണ്ട്. കരുതൽ പുണ്യമാണെന്നോ എല്ലാം അദ്ദേഹത്തിന് വിളിക്കുന്നു. അവർക്ക് വലിയ ദുർഭക്തിയുള്ളവരുണ്ട്, അതീവ ദുർഭക്തിയുള്ളവർ. സാധാരണ പിള്ളേരെ പിള്ളേർ സാധാരണ പക്ഷേ ഈ ശിഷ്യർക്ക് ഗുരുനാഥന്മാരെ ദൈവതുല്യമായി കണ്ടിരുന്നു. അവർ പറയുന്ന വാക്കുകൾ ശസ്ത്രത്തിൽ അതനുസരിക്കും, തിരിച്ചങ്ങോട്ട് ചോദ്യം ചെയ്യുകയും അത്തരമൊരു ശൈലി ഉണ്ടായിരുന്നു. മലയാളം നമ്മളെ അനുസരിക്കുന്ന ജീവിതമാണ്. അദ്ദേഹം കൊടുക്കുന്നതിനാണ് ആരെങ്കിലും അവരെ എഴുതുകയാണെങ്കിൽ പറയും അവരോട് ഒരു വാക്ക് പറയാതെ ഓരോ എത്ര പെട്ടെന്നാണ് ഭൗതികം അവരെഴുതാൻ എഴുതിയത് അവരോട് ഒരു വാക്ക് ഉണ്ടാകാതെ ഓരോ അത്ര ചടുതിയായ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കുകയൊക്കെ അറിഞ്ഞില്ല. ഒരു ദിവസം വന്നാൽ അത്ര പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഒരൊറ്റ ഓണം അവിടെ വന്നിട്ട് പിന്നെ അവസാനം കണ്ടിട്ട് ഇങ്ങനെ ഈ മുഴുവൻ നടക്കുന്നത് എന്തോ ധൃതിയിലാവും. എന്തൊക്കെയോ സാഹിത്യം കാണാണെങ്കിൽ വളരെ വേഗത്തിലാണ് അത് ഉദ്ദേശിച്ചു. അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ യഹോവ അനുഭവത്തിൽപ്പെട്ടു പോയതാണ്. അദ്ദേഹം പോകുന്നത് ദൈവത്തിൽപ്പെട്ടു പോയി. ബാക്കി വെച്ചിരിക്കുന്നത് ഈ പാഠങ്ങളാണ്. ഈ സ്ഥലം വിശുദ്ധമാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന വർദ്ധിച്ചാന്ന് പറഞ്ഞാൽ പാമ്പാടി സംസാരത്തിലുള്ളതാണ് പറഞ്ഞതിൻ്റെ ആശയത്തിലുള്ളത്. പാമ്പാടി സംസാരത്തിലുള്ളതാണ്. അവിടെ സംസാരിക്കുന്നതുകൊണ്ട് ആവേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ആവേ സംസാരിക്കുന്നത് ആവേ സംസാരിച്ചാലോ സംസാരിക്കുന്നു. സ്വന്തം സഹോദരൻ അമ്പലപ്പെടെയാണ് സംസാരിക്കുന്നത്. അയ്യോ ഇങ്ങനെ പറ്റിപ്പോയാലോ എന്താ സഹോദരൻ ഭാര്യയെ കാണിച്ചു വന്നത് എന്റെ എതിർക്കാനോ ഇല്ല. ആദ്യം സഹോദരനെ സ്നേഹിക്കുന്നത് അത് എന്താ പറയുന്നത് നമ്മൾ നൽകുന്നു. ആദ്യം ചെയ്യുമ്പോൾ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ നമ്മൾ ചിന്തിച്ചു താങ്കളുടെ പുണ്യവാനായ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പല ആശയങ്ങളും നമ്മൾ കേട്ടു. ഇന്ന് അദ്ദേഹവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കടന്നുപോയ ഭൗതികളല്ല, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സംസാരം കേൾക്കാൻ നമ്മൾ നോക്കിയിരിക്കും. അത് കേൾക്കണം. ഈ സംസാര ശക്തികൾ വാപ്പാടിക്കുള്ളിൽ വരുമ്പോൾ ആലോചനക്കുള്ളിൽ വരുമ്പോൾ ഈ വലിയ ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാം. അവരെ കുടുംബം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇരിക്കുന്നതിന് മുമ്പ് ജനക്കുള്ളികൾ അവിടെ പോയി ഇരിക്കുന്നതായിട്ട് ജീവിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഡയമെൻഷൻ ശേഷം
നിർവചനം പങ്കാളിത്തിൻ്റെ തുടരും അല്ല ബുക്കുകയാണ് ഈ ജീവനാനുഭവത്തിൽ ആരാധന പറയുന്ന നിർവചനം കൃഷ്ണനായ പങ്കാളിത്തിനെ നിന്ന് എഴുതിക്കുവാണ് ചിത്രം എഴുതുന്നത് എന്നാൽ പൂർത്തിയാകുന്നത് അദ്ദേഹം ഭാഗ്യവാനാണ് ഇങ്ങനെയൊരു പുണ്യനാഥൻ കൂടെ താമസിച്ചു പരിശുദ്ധനായ രക്തശേഖരത്തിന് വേണ്ടി കാര്യം ചെയ്തു വയസ്സനായ ചാപ്പയിൽ പ്രദർശനയിൽ ഇരുത്തി തൊട്ട് വല്ല ദിവസങ്ങളുണ്ട് കുറിച്ചില്ലാത്ത ചരമപ്രസംഗമാണ് അത് മനോരമ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുടി വെച്ചിട്ടുണ്ട് പ്രസംഗിക്കും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ദീർഘകാലം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചത് എൻ്റെ അറിവിൽ ഒരു കാലവും ഞാൻ അദ്ദേഹത്തെ കാണിച്ചു ഒരു വലിയ സാക്ഷ്യമാണ് ശിഷ്യൻ ഗുരുവിനെ കുറിച്ച് കൊടുക്കുന്ന സാക്ഷ്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ദീർഘകാലം അദ്ദേഹത്തിനോട് ഞാൻ താമസിച്ചിട്ടുണ്ട് ഒരു കാലവും ഞാൻ അദ്ദേഹത്തെ കാണിച്ചു ഈ വാക്യം വളരെ കശനാട് പ്രഖ്യാപിച്ചപ്പോൾ പരിഗണിച്ച ഒരു പ്രധാന രേഖ ഈ വാചകം ശിഷ്യന്റെ സാക്ഷ്യമാണ് അതൊരു വലിയ ക്രിസ്തീയ സാക്ഷ്യമാണ് അത്തരം ഒരു സാക്ഷ്യം നമുക്ക് പങ്കാളിക്കുന്നതിനെ കരുതുന്നില്ല അതൊരു പ്രധാന ജിഹ്വ ആണ് ഈ അദ്ദേഹം കൂടെ താമസിച്ചയാണ് അതുകൊണ്ട് ഒരു വലിയ പിതാവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ വെളിച്ചം അദ്ദേഹത്തിന് കിട്ടി പെറുക്കിയെടുക്കും ആ തന്നെ കാണുന്നു അത് നമുക്ക് കേൾക്കാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കും എല്ലാവരും പ്രാർത്ഥിച്ചാൽ നിങ്ങളെല്ലാം കടാക്ഷിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഈ ഉള്ളിൽ പ്രവർത്തനം മനുഷ്യരാണ് ഞാൻ വിശ്വസിക്കുന്നു ബഹുമാനായവർ എനിക്ക് സമയം അറിയാം എന്നെ മനസ്സിലാക്കുന്നത് ഞാൻ വീട്ടിൽ പോയി എല്ലാം